ജനുവരി 4, 2017. എന്തോ ഫയൽ മറച്ചു നോക്കുന്നതിനിടയിലാണ് ജീവന്റെ മുറിയിലേക്ക് മാധവൻ സാർ കടന്നു വരുന്നത്. കയ്യിലുണ്ടായിരുന്ന ഒരു കവർ ജീവനെ ഏൽപ്പിച്ചുകൊണ്ട് മാധവൻ സാർ ജീവനോട് പറഞ്ഞു, പ്രകാശൻ പറഞ്ഞതനുസരിച്ച് കൊലയാളിയുടെ മുഖം രേഖാചിത്ര വിദഗ്ധൻ വരച്ചതാണിത്. ജീവൻ കവറിൽ നിന്ന് ആ ചിത്രം പുറത്തേക്കെടുത്തു. ഒരു നിമിഷം ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ഒരു സംശയത്തോടെ ജീവൻ മാധവൻ സാറിനോട് പറഞ്ഞു, ഇയാളെ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്. എന്തോ ഓർമ്മിച്ചുകൊണ്ട് ജീവൻ തുടർന്നു, അതെ, ഫാദർ ഡേവിഡിന്റെ വിധി പറയുന്ന അന്ന് കോടതി വരാന്തയിൽ ഇയാളെയും അവിടെ കണ്ടിരുന്നു. ഇയാളുടെ ഭാര്യയെ ആരോ കൊന്നെന്നും കൊലയാളികളെ തെളിവുകളില്ലാത്തതുകൊണ്ട് കോടതി വെറുതെ വിട്ടെന്നും പറഞ്ഞ് അയാൾ കോടതിക്കകത്ത് ബഹളമുണ്ടാക്കുകയും പോലീസുകാർ അയാളെ കോടതി വരാന്തയിലൂടെ വലിച്ചുകൊണ്ടുപോകുന്ന രംഗവും ഞാൻ കണ്ടിരുന്നു. അന്ന് ആ കേസ് അന്വേഷിച്ചത് സബ് ഇൻസ്പെക്ടർ ഹരീഷാണ്. പക്ഷേ ഇയാൾക്ക് സ്പാനർ ഷിബുവും വിവേകുമായിട്ട് എന്തു ബന്ധം? ഇനി ഇയാളുടെ ഭാര്യയുടെ മരണത്തിന് ഇവർ കാരണക്കാരാണോ? അതിന്റെ പ്രതികാരമാണോ ഈ കൊലപാതകങ്ങൾ? എന്നാലും സ്പാനർ ഷിബുവും വിവേകും തമ്മിൽ എന്തു ബന്ധം? ഇതൊരു പ്രതികാരമാണെങ്കിൽ ആരായിരിക്കും അയാളുടെ അടുത്ത ഇര? എവിടെയാണ് മിസ്റ്റർ ദ ഫ്യൂ ദ ഫിയർലെസ്? ജീവൻ അയാളുടെ ചിത്രം നോക്കിക്കൊണ്ട് പറഞ്ഞു. അതേ ദിവസം രാത്രി സബ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ ക്വാർട്ടേഴ്സ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. റെയിൻകോട്ടിട്ട ഒരാൾ ഹരീഷിന്റെ ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ വന്നതിനു ശേഷം കോളിംഗ് ബെല്ലിൽ ഒന്നമർത്തി. വാതിൽ തുറന്നുകൊണ്ട് ഹരീഷ് പുറത്തേക്ക് വന്നു. പുറത്ത് ഇരുട്ടായതിനാലും റെയിൻകോട്ടിന്റെ ഒരു ഭാഗം അയാളുടെ മുഖം മറച്ചതിനാലും ഹരീഷിന് അയാളുടെ മുഖം വ്യക്തമായി കാണാൻ പറ്റിയില്ല. ആരാ? എന്തു വേണം? ഹരീഷ് അയാളോട് ചോദിച്ചു. സർ, എന്നെ രക്ഷിക്കണം. എനിക്ക് ഒരാളെ കൊല്ലേണ്ടി വന്നു. ഒരു കയ്യബദ്ധം പറ്റിയതാണ്. സാർ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എത്ര കാശ് വേണമെങ്കിലും തരാം. എന്നെ രക്ഷിക്കണം സർ. ഹരീഷ് പുറത്തേക്കൊന്ന് നോക്കിയ ശേഷം അടുത്ത് വേറെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അയാൾക്ക് വാതിൽ തുറന്നുകൊടുത്തു. വാ, അകത്തിരുന്ന് സംസാരിക്കാം. ഹരീഷ് അയാളെ അകത്തേക്ക് വിളിച്ചു. ഇരിക്കാൻ കസേര കാണിച്ചുകൊണ്ട് ഹരീഷ് അയാളോട് ചോദിച്ചു, പറയൂ, എന്താണ് സംഭവിച്ചത്? സർ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുമോ? ഹരീഷ് അയാൾക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തു. ഇനി പറയൂ, എന്താണ് സംഭവിച്ചത്? അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഹരീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും റെയിൻകോട്ടിന്റെ ഭാഗം മുഖത്തു നിന്ന് മാറ്റുകയും ചെയ്തു. ഹരീഷ് ഫോട്ടോയിലുള്ള ആളെ കണ്ട് ഞെട്ടി. അയാളെ നോക്കി. അയാളുടെ കൈവെള്ളയിലൂടെ ഒരായുധം ഇറങ്ങി വരുന്നത് ഹരീഷ് വ്യക്തമായി കണ്ടു. ജനുവരി 5, 2017. ഒരു കെട്ട് പത്രത്താളുകളിൽ എന്തോ തിരയുകയായിരുന്നു ജീവൻ. തേടിയതെന്തോ കിട്ടിയ പോലെ ജീവൻ കൂട്ടിയിട്ട ആ പത്രത്താളുകളിൽ നിന്നൊരു വാർത്ത കയ്യിലെടുത്തു. യെസ്, ഇത് തന്നെ. ജീവൻ ആ വാർത്തയിലേക്ക് കണ്ണോടിച്ചു. ആലീസ് നിക്സൺ. പത്രത്തിലെ ഫോട്ടോയുടെ താഴെ എഴുതിയ പേര് വായിച്ചതിനു ശേഷം ചുവന്ന മഷിയുള്ള ഒരു പേന കൊണ്ട് ആ ഫോട്ടോയെ ഒരു വട്ടം വരച്ചുകൊണ്ട് ജീവൻ പറഞ്ഞു. അപ്പോഴാണ് കോൺസ്റ്റബിൾ മാധവൻ സർ അവിടേക്ക് കടന്നു വരുന്നത്. സാർ, സബ് ഇൻസ്പെക്ടർ ഹരീഷ് ഇന്നലെ കൊല്ലപ്പെട്ടു സാർ. അറിഞ്ഞു. ഒരു കെട്ട് കേസ് ഫയലിന്റെ മുകളിലെ പൊടി തട്ടിക്കൊണ്ട് ജീവൻ മറുപടി കൊടുത്തു. ഹരീഷിന്റെ ശരീരത്തിലും ആ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്റെ നിഗമനങ്ങൾ ശരിയെന്ന് തോന്നുന്നു. കേസ് ഫയലിന്റെ ഇടയിൽ നിന്നൊരു ഫയൽ എടുത്തുകൊണ്ട് ജീവൻ മാധവൻ സാറിനോട് പറഞ്ഞു. ജീവൻ തുടർന്നു. ആദ്യം സ്പാനർ ഷിബുവും അയാളുടെ കൂട്ടാളിയും, പിന്നീട് വിവേക്, ഇപ്പോൾ ഹരീഷും. ഇവരെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ലിങ്ക് ഉണ്ട് മാധവൻ സാർ. അതൊരു പക്ഷേ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടും. കേസ് ഫയൽ മാധവൻ സാറിന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്ത് ജീവൻ പറഞ്ഞു. ആരാണ് ഈ ആലിസ് നിക്സൺ? അവർക്കും ഈ കൊലപാതകവുമായി എന്തു ബന്ധം? കേസ് ഫയൽ തുറന്നതിനു ശേഷം മാധവൻ സാർ ജീവനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കോടതി വരാന്തയിൽ രേഖാചിത്ര വിദഗ്ധൻ വരച്ച ആളെ കണ്ടുവെന്ന്. അയാളുടെ ഭാര്യയാണ് ഈ പറയുന്ന ആലിസ് നിക്സൺ. ആ കേസ് ഷീറ്റിന്റെ താഴെ അവരുടെ ഭർത്താവിന്റെ ഫോട്ടോയുമുണ്ട്. മാധവൻ സാർ കേസ് ഫയലിൽ നിന്ന് ഒരു ഫോട്ടോ പുറത്തേക്കെടുത്തു. അയാളുടെ പേര് നിക്സൺ.
അവരുടെ കല്യാണം കഴിഞ്ഞ് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടന്ന ആലിസിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ഇയാൾ പോലീസിൽ പരാതിപ്പെടുകയും അന്ന് ആ കേസ് അന്വേഷിച്ച സബ് ഇൻസ്പെക്ടർ ഹരീഷിന് അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ കോടതി കേസ് തള്ളുകയാണ് ചെയ്തത്. ഫോട്ടോ പിടിച്ചു നിൽക്കുന്ന മാധവൻ സാറിനോട് ജീവൻ പറഞ്ഞു. ജീവൻ തുടർന്നു. തെളിവുകൾ നൽകാതെ ആലിസിന്റെ കൊലയാളികളെ ഹരീഷ് രക്ഷിക്കാൻ സഹായിച്ചിട്ടുണ്ടാകാം. അതാണ് കൊലയാളി ഹരീഷിനെ കൊലപ്പെടുത്തിയത്. സ്പാനർ ഷിബുവിനും വിവേകിനും ആലിസിന്റെ മരണവുമായി എന്തോ ഒരു ബന്ധമുണ്ട് മാധവൻ സാർ. അങ്ങനെയാണെങ്കിൽ ഈ നിക്സൺ തന്നെയല്ലേ നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളി? മാധവൻ സാർ ഒരു സംശയത്തോടെ ചോദിച്ചു. ഉറപ്പിക്കുന്നതിനു മുൻപ് ഷിബുവിന്റെ മരണം കണ്ട സാക്ഷി പ്രകാശിനെ വിളിപ്പിക്കണം. ഈ ഫോട്ടോയിലുള്ള നിക്സണെ പ്രകാശൻ തിരിച്ചറിഞ്ഞാൽ നിക്സണെ പൊക്കാം. പക്ഷെ സാർ, പ്രകാശിനെ വിശ്വസിക്കാൻ പറ്റുമോ? അയാൾ പറഞ്ഞത് കേട്ടതല്ലേ, താടി വെച്ച ഒരു പോലീസുകാരനെ പോലെ കൊലയാളിയെ തോന്നിപ്പിച്ചു എന്ന്. ഈ നിക്സൺ അതിന് പോലീസല്ലല്ലോ സാർ. നിക്സൺ പോലീസല്ല, ആർമിയിലായിരുന്നു. അതിന് സാർ ആർമിയിലും താടി വെക്കാൻ പറ്റുമോ? അതൊരു സംശയമാണ്. ആലിസിന്റെ മരണശേഷം ആരും ഇയാളെ കണ്ടിട്ടില്ല എന്നതും ദുരൂഹത കൂട്ടുന്നു. ഇയാളെപ്പറ്റി കൂടുതലായി അന്വേഷിക്കണം. ഇയാളോടൊപ്പം ആർമിയിലുണ്ടായിരുന്ന ഒരാളെയും അന്ന് ഞാൻ കോടതി വരാന്തയിൽ കണ്ടിരുന്നു. ആർമിയിലായിരുന്ന സമയത്ത് ഒരു കാൽ നഷ്ടപ്പെട്ട് അയാൾ വളരെ കഷ്ടപ്പെട്ടാണ് നിക്സണെ കോടതിയിൽ നിന്നും വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയത്. അയാളെ ഒന്ന് ചോദ്യം ചെയ്താൽ നിക്സണെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനാകും. പക്ഷേ സർ, ഈ മരിച്ചവരുടെ ശരീരത്തിൽ കാണുന്ന ഈ ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, അതിനെന്താവും അർത്ഥം? അതും കണ്ടുപിടിക്കണം മാധവൻ സർ. HTGOS. പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്ന ആ ബുക്ക് ഷെൽഫിൽ നിന്നയാൾ ഒരു പുസ്തകം പുറത്തേക്കെടുത്തു. കൈകൊണ്ട് പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ ഒന്ന് കൈയോടിച്ച് അത് തുറക്കുന്നതിനിടയിൽ അതിൽ നിന്ന് ഒരു ഫോട്ടോ നിലത്തേക്ക് വീണു. ആലിസ്, ആലിസ്. ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് അയാൾ മന്ത്രിച്ചു. ഫോട്ടോ ഇരുന്നിരുന്ന് ആ പുസ്തകത്താളിൽ ഒരിടത്ത് പേനുകൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അയാൾ ആ ഭാഗം അടക്കിപ്പിടിച്ചൊരു തേങ്ങലിനൊപ്പം വായിച്ചു. യു റിയലൈസ് ദാറ്റ് ട്രൈങ് ടു കീപ് യുവർ ഡിസ്റ്റൻസ് ഫ്രം മീ will not lessen my affection for you. All efforts to save me from you will fail. ജൂലൈ 17, 2016. വിവാഹ സമ്മാനങ്ങൾ ഓരോന്നും തുറന്ന് നോക്കുകയായിരുന്നു ആലീസ്. ഇതൊക്കെ തുറന്നു നോക്കിയാൽ മതിയോ? അവളുടെ അടുത്തേക്ക് വന്ന് നിക്സൺ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ആ, താടി എവിടെ? കളഞ്ഞോ? ഒരു മനുഷ്യരൂപമായിട്ടുണ്ട് ഇപ്പോ. അല്ലെങ്കിലും താടി നിനക്കൊരു ഭംഗിയില്ല. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഇന്നു മുതൽ പുതിയൊരു ജീവിതം ആരംഭിക്കുകയല്ലേ. ഒരു മാറ്റത്തിന്റെ ഭാഗമായി അതങ്ങോട്ട് കളഞ്ഞു. നല്ല മൂഡിലാണല്ലോ ഇന്ന്. കല്യാണക്കെട്ടിന്റെ സമയത്ത് ആ താടി എടുക്കാമായിരുന്നു. ഫോട്ടോസിലൊക്കെ താടി വെച്ച ഗൗരവക്കാരനായ ഭർത്താവിന്റെ മുഖം കാണണം എനിക്ക്. അവൾ ഒരു പരാതി പറയും പോലെ അവനോട് പറഞ്ഞു. ഫോട്ടോസ് ആര് പരിഗണിക്കുന്നു ആലീസ്? കടന്നു വന്ന നിമിഷങ്ങളുടെ നിശ്ചല ആവിഷ്കാരം മാത്രമാണ് ഫോട്ടോസ്. കടന്നു വന്ന നിമിഷങ്ങളും ഓർമ്മകളും ഒന്നും മറക്കാതെ മനസ്സിൽ എന്നും താലോലിക്കാൻ എന്തിനാണ് ആലീസ് ഫോട്ടോസ്? അടപാവി, ഫിലോസഫിയൊക്കെ അനർഘ നിർഗളമായി ഒഴുകുകയാണല്ലോ. ആകെ മൊത്തത്തിലൊരു മാറ്റം. താടി കളയുന്നു, റൊമാൻറ്റിക് ആവുന്നു, ഇപ്പൊ ഇതാ ഫിലോസഫിയും. എന്താണ് ഈ മാറ്റത്തിന് കാരണം? മാറ്റം. അവൻ ആ ചോദ്യത്തിന് പൊട്ടിച്ചിരിച്ചു. ദൈവമേ, നിക്ക് ചിരിക്കുന്നു. ഇതെന്ത് മാറ്റം? ഒരു വലിയ തമാശ പറഞ്ഞാൽ പോലും ചിരിക്കാത്ത നിക്ക്, ഇതെന്ത് മറിമായം? ഇന്ന് കല്യാണക്കെട്ടിനും പള്ളിക്കകത്ത് നിൽക്കുമ്പോഴും എന്തൊരു ഗൗരവമായിരുന്നു മുഖത്ത്. എന്താണ് നിക്ക്, പെട്ടെന്നൊരു മാറ്റം? ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷവാനായ മനുഷ്യരുടെ കണക്കെടുക്കുകയാണെങ്കിൽ നിന്റെ ഈ നിക്കായിരിക്കും ഒന്നാമത്. നിന്റെ കഴുത്തിൽ ഇന്ന് ഞാൻ മിന്നുകെട്ടിയ ആ നിമിഷം മുതൽ ഞാൻ എന്നെ തന്നെ തേടുകയായിരുന്നു. ഗൗരവക്കാരനല്ലാത്ത, റൊമാൻറ്റിക്കായ, തമാശ കേട്ടാൽ ചിരിക്കുന്ന, ഒരു പാവം പിടിച്ച ഒരു നാട്ടിൻപുറത്തുകാരനായ ആ പഴയ നിക്സൺ ജോസഫിനെ.
ഇടയ്ക്കെപ്പോഴോ മരിച്ച ആ പഴയ നിക്സണെ തിരിച്ചു തന്ന എൻ്റെ പ്രിയ ഭാര്യയെ, നിനക്കെൻ്റെ അളവുകളില്ലാത്ത നന്ദിയുടെ പൂച്ചെണ്ടുകൾ. അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഓ, സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഇതെന്താ? ഞങ്ങളുടെ സ്വന്തം ഗോസ്റ്റിന്. സമ്മാന പൊതികളിലൊന്ന് കയ്യിലെടുത്ത് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നിക്ക് ഗോസ്റ്റാണോ? അവൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതെൻ്റെ ആർമിയിലെ വിളിപ്പേരാണ്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ നിക്ക്? സമ്മാനപ്പൊതി തുറക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. ഇതെന്താ, കത്തിയോ? പൊതി തുറന്നതിനു ശേഷം അതിലുണ്ടായിരുന്ന ചങ്ങല കൊണ്ട് ചുറ്റപ്പെട്ട ഒരു കത്തി കയ്യിലെടുത്ത് അവൾ ചോദിച്ചു. ആർമിയുടെ വക സ്നേഹോപഹാരം. കത്തി കയ്യിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. നല്ല ബെസ്റ്റ് സ്നേഹോപഹാരം. ഭാഗ്യം അവർ ഡെഡ് ബോഡി തന്നുവിടാതിരുന്നത്. അതെന്താ നിക്കിന് ഗോസ്റ്റ് എന്ന് വിളിക്കുന്നത്? വളരെ നിഷ്കളങ്കമായി അവൾ ചോദിച്ചു.